ഹായ് ഹലോ നമസ്കാരം. PSC ടോക്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ച ഒട്ടനവധി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് കടന്നുപോയത്. അതിലെല്ലാ വാർത്തകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? അല്ല. PSC എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ എക്സാമിന് വേണ്ടി നമ്മൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് അറിവുകളും കുറച്ച് വാർത്തകളും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസങ്ങൾ, നവംബർ 9 മുതൽ നവംബർ 16 വരെയുള്ള 7 ദിവസങ്ങൾ, ഈ 7 ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകൾ, ഈ 10 വാർത്തകളെ ചോദ്യരൂപത്തിലാക്കിക്കൊണ്ട് നമുക്കിതിൻ്റെ ഒരു കുറച്ച് വിശദാംശങ്ങളിലൂടെ ഇന്ന് കണ്ണോടിക്കാം. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീക്കിലി കറണ്ട് അഫയേഴ്സ്, നമുക്ക് PSC ടോക്സിൻ്റെ ഒരു പുതിയ വീഡിയോ ഇവിടെ ആരംഭിക്കാം. സോ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന വാർത്ത, ഇന്ത്യയിലുടനീളം ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ദിവസത്തെ ജൽ ഉത്സവം സംഘടിപ്പിക്കുന്നത് ആരാണ്? ഏത് ഏജൻസി ആണെന്നാണ് ചോദ്യം. ഉത്തരം നീതി ആയോഗ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി PSC എക്സാമിൽ നീതി ആയോഗിൻ്റെ സാന്നിധ്യം ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പല മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ടും സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ചോദ്യങ്ങളായിട്ടും ഫാക്ട്സ് ആയിട്ടും ഒക്കെ തന്നെ നീതി ആയോഗിനെ പറ്റി PSC ഒരുപാട് ചോദിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളായ നമ്മളും കൃത്യമായിട്ട് നീതി ആയോഗിനെ പറ്റിയുള്ള വാർത്തകൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നീതി ആയോഗിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആനുകാലിക വിഷയമാണിത്. ഇന്ത്യയിലുടനീളം ജലസംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 15 ദിവസത്തെ ജൽ ഉത്സവ് സംഘടിപ്പിക്കുന്നത് നീതി ആയോഗാണ്. കുറച്ചും കൂടെ വിശദമായിട്ട് നമുക്ക് ഈ വാർത്തയെ കാണാം. നവംബർ 6 മുതൽ നവംബർ 24 വരെയുള്ള തീയതികളിലാണ് ജൽ ഉത്സവ്. 15 ദിവസത്തേക്കുള്ള ഒരു പ്രോഗ്രാമാണ്. നവംബർ 6 മുതൽ നവംബർ 24 വരെയുള്ള ദിവസങ്ങളിൽ ദേശീയ ജൽ ജീവൻ മിഷനും ജൽശക്തി മന്ത്രാലയവുമായി സഹകരിച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നീതി ആയോഗ് ലോഞ്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നീതി ആയോഗ് ഒറ്റയ്ക്ക് നടത്തുന്ന പ്രോഗ്രാം അല്ല. സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നോട്ട് ചെയ്യുക. ദേശീയ ജൽ ജീവൻ മിഷനും ജൽശക്തി മന്ത്രാലയവും, നമ്മുടെ വാട്ടർ റിസോഴ്സ് മിനിസ്ട്രി ഇപ്പോൾ ജൽശക്തി മന്ത്രാലയം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക. മിനിസ്ട്രിയുടെയും കൂടി ഒരു കൊളാബറേഷനിൽ, സഹകരണത്തിലാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തിനാണ് ഈ ഒരു പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത്. സോ എന്തൊക്കെയാണ് ജൽ ഉത്സവത്തെ പറ്റി നോക്കേണ്ടത്? നീതി ആയോഗാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആരുടെയൊക്കെ തന്നെ കൊളാബറേഷനിൽ? ജൽശക്തി മന്ത്രാലയത്തിൻ്റെയും ദേശീയ ജൽ ജീവൻ മിഷന്റെയും കൂടി സഹകരണത്തോടു കൂടിയാണ് നീതി ആയോഗ് ജൽ ഉത്സവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നു മുതൽ എന്ന് വരെയാണ്? 15 ദിവസത്തേക്ക് 2024 നവംബർ 6 മുതൽ 2024 നവംബർ 24 വരെയുള്ള തീയതികളിലാണ് ജൽ ഉത്സവം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി എന്താണ് ലക്ഷ്യം? ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിന് സമൂഹത്തിന്റെ പങ്കാളിത്തമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഊന്നൽ നൽകുന്നത്. നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, എന്തിനു വേണ്ടി? വാട്ടർ കൺസർവേഷന് വേണ്ടി. ഇതാണ് ജൽ ഉത്സവത്തിന്റെ ഒരു ഐഡിയ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. സോ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 2024 നവംബർ 11 ആരംഭിച്ച UN ആഗോള കാലാവസ്ഥാ ഉച്ചകോടി COP29 വേദി ഏതാണെന്നാണ് ചോദ്യം. അസർബൈജാനിലെ ബെക്കു ആണ് ഇതിന്റെ ആൻസർ. അസർബൈജാനിലെ ബെക്കു. അപ്പോൾ എന്താണ് ഈ ഒരു ഉച്ചകോടിയുടെ ഇമ്പോർട്ടൻസ്? എന്താണ് ഈ COP29? COP29 എന്ന് പറയുന്നത്, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ദി 29th കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് to the United Nations Framework Convention on Climate Change, UNFCCC. UNFCCCയുടെ ആനുവൽ കോൺഫറൻസിനെയാണ് COP എന്ന് വിളിക്കുന്നത്. ഈ അസർബൈജാനിലെ ബെക്കുവിൽ നടക്കുന്നത് UNFCCCയുടെ COP 29ാമത്തെ സമ്മേളനമാണ്. അതുകൊണ്ടാണ് COP29 എന്ന് ഈ ഒരു ഉച്ചകോടിയെ വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഉച്ചകോടിയുടെ ലക്ഷ്യം? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ, ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ളൊരു ഗ്ലോബൽ പാർട്ടിസിപ്പേഷൻ, ലോകരാജ്യങ്ങളുടെ ഒരു പങ്കാളിത്തം, ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ലോകരാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ, ഈ ഒരു ഉച്ചകോടിയിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ COP എന്നായിരുന്നു? ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് നടന്നത് 1992 ബെർലിനിൽ വെച്ചായിരുന്നു. 1992 ബെർലിനിൽ വെച്ചായിരുന്നു ആദ്യത്തെ COP ഉച്ചകോടി നടന്നത്. രണ്ടാമത്തത് അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് COP28 പറ്റിയാണ്. അതായത് ഈ ഒരു വർഷത്തിന് മുൻപ് 2023 നടന്ന COP ഏതായിരുന്നു? COP28 അത് നടന്നത് UAEയിലായിരുന്നു 2023. ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്
2024 അസർബൈജാനിലെ ബക്കുവിൽ നടക്കുന്ന COP29. എന്താണ് ലക്ഷ്യം? കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി കാലാവസ്ഥാ വ്യതിയാനത്തെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഉച്ചകോടിയുടെ ലക്ഷ്യം എന്നുള്ള കാര്യം ഓർക്കുക. ഇനി UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ അംഗരാജ്യങ്ങൾ എത്ര പേരുണ്ടെന്ന് നോക്കാം. 198 മെമ്പർ കൺട്രീസ് ആണ് ഈ ഒരു ഉടമ്പടിയിൽ ഒപ്പിട്ടവർ, റാറ്റിഫൈ ചെയ്തവർ. COP29 പ്രാഥമിക ലക്ഷ്യം കൂടുതൽ ആഗോള താപനം തടയുന്നതിനുള്ള ഒരു പങ്കിട്ട പദ്ധതി വികസിപ്പിക്കുന്നതിന് രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഗ്ലോബൽ വാർമിങ്ങിനെതിരായിട്ടും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെതിരായിട്ടും പ്രവർത്തിക്കുന്ന, അതിനെതിരെ നടപടികൾ സ്വീകരിക്കുവാൻ ലോകരാഷ്ട്രങ്ങളുടെ സഹകരണവും പങ്കാളിത്തവും ആവശ്യപ്പെടുന്ന ഒരു വേദിയാണ് ഈ ഒരു UN ആഗോള കാലാവസ്ഥ ഉച്ചകോടി COP29 എന്നുള്ള കാര്യം ഓർക്കുക. വെന്യൂ ഓർക്കുക, അസർബൈജാനിലെ ബക്കുവാണ് ഈ വർഷത്തെ COP29 കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന സ്ഥലം എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. വളരെ സുപ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സുപ്രീം കോടതിയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തി ആരാണ്? നമ്മുടെ പുതിയ CJI ആരാണെന്നാണ് ചോദ്യം. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ആരാണ് 50ാമത്തെ? അദ്ദേഹത്തിന് സഞ്ജീവ് ഖന്നയുടെ മുൻഗാമി ആരായിരുന്നു എന്നുള്ള ചോദ്യം നിങ്ങൾ ഓർത്തു വെക്കണം. അത് നമ്മുടെ DY ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയിരിക്കുന്നത് 51ാമത്തെ ചീഫ് ജസ്റ്റിസ്, അത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണെന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി 2025 മാർച്ച് 13 വരെയുള്ളൂ. അദ്ദേഹത്തിന് വളരെ ഒരു ഷോർട്ടായിട്ടുള്ള പീരീഡ് മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലാവധി ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർക്കുക. 2025 മാർച്ച് 13, 6 മാസം പോലും അദ്ദേഹത്തിൻ്റെ കാലാവധി ഇല്ല. സുപ്രീം കോടതി ജഡ്ജിമാരുടെ കാലാവധി എന്ന് പറയുന്നത് 65 വയസ്സാണ്. മാർച്ച് 13 അദ്ദേഹത്തിന് 65 വയസ്സ് പൂർത്തിയാകും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലാവധി മാർച്ച് 13, 2025 വരെ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി സുപ്രധാനമായ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ആരായിരുന്നു ചീഫ് ജസ്റ്റിസിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്? അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള ദ്രൗപദി മർമു ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കും. പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഓർക്കേണ്ടത്, ചീഫ് ജസ്റ്റിസ് ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്? അതും ഇന്ത്യയുടെ രാഷ്ട്രപതിക്കായിരിക്കും എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. നാലാമത്തെ ചോദ്യം നോക്കാം. പ്രശസ്തമായിട്ടുള്ള ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ HMMA പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശ പട്ടികയിൽ മികച്ച ഗാനത്തിനും വിദേശ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമായി 2 നാമനിർദ്ദേശങ്ങൾ ലഭിച്ച മലയാള ചലച്ചിത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രശസ്തമായിട്ടുള്ള ഹോളിവുഡ് മ്യൂസിക് ഇൻ മീഡിയ പുരസ്കാരങ്ങൾക്കായുള്ള നോമിനേഷനിൽ മികച്ച ഗാനത്തിനും വിദേശ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ മികച്ച പശ്ചാത്തല സംഗീതത്തിനുമുള്ള 2 നോമിനേഷൻസ് നേടിയ മലയാള ചലച്ചിത്രം ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ആടുജീവിതമാണ് ഇതിലെ റൈറ്റ് ആൻസർ. ആടുജീവിതത്തിലെ സംഗീതത്തിനാണ് ഈ ഒരു പുരസ്കാര പട്ടികയിൽ നോമിനേഷൻ ലഭിച്ചിരിക്കുന്നെന്നുള്ള കാര്യം നോക്കുക. നമുക്കറിയാം, ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണ് ആടുജീവിതം. ബെന്യാമിൻ്റെ ആടുജീവിതം എന്നുള്ള പേരിലുള്ള നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് ഇതെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു 12-18 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ബ്ലെസ്സി ആണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും ഈ ഒരു സിനിമയുമായിട്ട് തിയേറ്ററിലോട്ട് എത്തിയത്. സോ അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെയൊക്കെ തന്നെ വിലയാണ് ഈ ഒരു ആഗോള അംഗീകാരങ്ങൾ സിനിമയ്ക്ക് കിട്ടുന്നതും. PSC ഉദ്യോഗാർത്ഥികളായ നിങ്ങളും ശ്രദ്ധിക്കുക, ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നാളെ നമുക്ക് ഒരുപാട് ഹൈറ്റ്സിലെത്താം. സോ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് മടങ്ങി വരികയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആരായിരുന്നു? അത് നമ്മുടെ ഓസ്കാർ അവാർഡ് ജേതാവായിട്ടുള്ള AR റഹ്മാൻ ആയിരുന്നു ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. ഏത് സോങ്ങിനാണ് നോമിനേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് പെരിയോനെ എൻ റഹ്മാനെ എന്ന് തുടങ്ങുന്ന ഈ സിനിമയിലെ വളരെ മനോഹരമായ ഒരു ഗാനത്തിനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം. മാലിന്യ സംസ്കരണത്തിലെ പ്രവർത്തന മികവിന്
പൊതു സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങൾക്കടക്കം റേറ്റിംഗ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. മാലിന്യ സംസ്കരണത്തിലെ പ്രവർത്തന മികവിന് പൊതു സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങൾക്കടക്കം റേറ്റിംഗ് ഏർപ്പെടുത്തുവാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളമാണ്. വളരെ നൂതനമായ ആശയങ്ങൾ എല്ലാ കാലത്തും അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പം പുതിയൊരു പൊൻതൂവൽ കൂടി ഇവിടെ. നമ്മളൊരു മാലിന്യമുക്ത നവകേരളത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ പഞ്ചായത്ത് അടിസ്ഥാനം മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് മാലിന്യ സംസ്കരണത്തിലെ പ്രവർത്തന മികവിന് പൊതു സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങൾക്ക്, പൊതുമേഖലയിലെ സ്ഥാപനങ്ങൾ മാത്രമല്ല സ്വകാര്യ മേഖലകളിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും പരിഗണിച്ച് അതിനൊരു റേറ്റിംഗ് നൽകുന്ന ഒരു പുതിയൊരു സ്കീം അതാണിപ്പോൾ കേരളം അവതരിപ്പിച്ചിരിക്കുന്നത്. സോ ഗ്രീൻ ലീഫ് റേറ്റിംഗ് എന്നാണ് ഈ ഒരു റേറ്റിംഗിന് ഇട്ടിരിക്കുന്ന പേര്, ഗ്രീൻ ലീഫ് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ അത് കേരളം പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് നൂതനമായിട്ടുള്ളൊരു റേറ്റിംഗ് സിസ്റ്റമാണ്. 200 മാർക്കിനാണ് ഈ ഒരു സ്കോർ വരിക. എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്, അതിൻ്റെ പല പല പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു 200 മാർക്കിൻ്റെ ടോട്ടൽ സ്കോർ വരിക. അത് പൊതുമേഖലയിലെ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി പരിഗണിക്കുക. നമുക്ക് നമ്മുടെ 6ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി DSA സംഘടിപ്പിച്ച രാജ്യത്തിൻ്റെ ആദ്യ ബഹിരാകാശ അഭ്യാസത്തിന് പറയുന്ന പേര്. ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി DSA സംഘടിപ്പിച്ച രാജ്യത്തിൻ്റെ ആദ്യ ബഹിരാകാശ അഭ്യാസത്തിന് പറയുന്ന പേരാണ് അന്തരീക്ഷ അഭ്യാസ് 2024. ഇതൊരു ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. 2024 നടന്ന ഈ ഒരു അന്തരീക്ഷ അഭ്യാസ്. നമുക്ക് മലബാർ സൈനിക അഭ്യാസത്തെ പറ്റിയും അല്ലെങ്കിൽ ഗരുഡ അഭ്യാസത്തെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പല രാജ്യങ്ങളുമൊക്കെ ആയിട്ട് സഹകരിച്ച് നമ്മൾ നാവിക മേഖലയിലും സൈനിക മേഖലയിലൊക്കെ തന്നെ അഭ്യാസങ്ങൾ നടത്താറുണ്ട്. ഇതെന്ന് പറയുന്നത് ഡിഫൻസ് മേഖലയിൽ, ഇത് സ്പേസ് മേഖലയിൽ, ബഹിരാകാശ മേഖലയിൽ നടത്തപ്പെടുന്ന ഒരു എക്സസൈസ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അന്തരീക്ഷ അഭ്യാസ് 2024 ന്യൂഡൽഹിയാണ് വെന്യൂ. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ നോക്കുകയാണെങ്കിൽ ബഹിരാകാശ അധിഷ്ഠിത ആസ്തികളെയും സേവനങ്ങളെയും കുറിച്ച് മെച്ചപ്പെട്ട ധാരണ നൽകുവാൻ വേണ്ടി 3 ദിവസത്തെ ഒരു അഭ്യാസം ലക്ഷ്യമിടുന്നത്. To secure national strategic objectives in space and integrate India's space capability in military operations. നമുക്കിപ്പോൾ അറിയാം, നമ്മൾ പഴയ കാലത്തെ പോലെ യുദ്ധം നടക്കുന്നത് മണ്ണിലും കടലിലും മാത്രമല്ല. ഇപ്പോൾ ബഹിരാകാശത്തും സ്പേസിലും യുദ്ധത്തിൻ്റെ ഉള്ള സാധ്യതകളുണ്ട്, യുദ്ധം നടക്കുന്നുണ്ട്. പല ലോകരാജ്യങ്ങളും ബഹിരാകാശത്ത് അവരുടെ സാന്നിധ്യം ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റ്സും മിസൈൽസും ആൻറ്റി സാറ്റലൈറ്റ്സും ഒക്കെ തന്നെയായിട്ട് ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു രാജ്യമായിട്ടുള്ള ഇന്ത്യയും ബഹിരാകാശത്ത് ഇത്തരം സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ബഹിരാകാശ അഭ്യാസം, അന്തരീക്ഷ അഭ്യാസ് 2024 എന്ന പേരിൽ ന്യൂഡൽഹിയിൽ ഈ ഒരാഴ്ച സംഘടിപ്പിച്ചതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതിന് ഓർഗനൈസ് ചെയ്ത ഏജൻസിയാണ് ഡിഫൻസ് സ്പേസ് ഏജൻസി. 2019 സ്ഥാപിതമായിട്ടുള്ള ഏജൻസിയാണ് ഡിഫൻസ് സ്പേസ് ഏജൻസി. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ്. നമുക്കറിയാം, ബഹിരാകാശ രംഗത്ത് നമുക്ക് ISRO ഉണ്ട്. നമുക്ക് മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടേതായിട്ടുള്ള കരസേനയും നാവികസേനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സയൻസ് രംഗത്തെ സംഭാവനകളും സിവിലിയൻ കോൺട്രിബ്യൂഷൻസും മിലിറ്ററി കോൺട്രിബ്യൂഷൻസും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആരംഭിച്ച സംഘടനയാണ് ഡിഫൻസ് സ്പേസ് ഏജൻസി. അപ്പോൾ ഈ ഒരു അന്തരീക്ഷ അഭ്യാസത്തിൻ്റെ ഒക്കെ തന്നെ ഓർഗനൈസർ എന്ന് പറയുന്നത് ഡിഫൻസ് സ്പേസ് ഏജൻസി ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് ബാംഗ്ലൂർ ആണ് ഡിഫൻസ് സ്പേസ് ഏജൻസിയുടേത്. ഒരു ആൻറ്റി സാറ്റലൈറ്റ് മിഷനൊക്കെ തന്നെ ഈ ഒരു ഡിഫൻസ് സ്പേസ് ഏജൻസി നടത്തിയിരുന്നു, മിഷൻ ശക്തി എന്നുള്ള പേരിൽ. സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പരിശോധിക്കാം. ഇനി നമുക്ക് നമ്മുടെ 7ാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? നവംബർ 14 കുഞ്ഞുങ്ങൾ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുമ്പോൾ മുതിർന്ന ആൾക്കാർ ലോക പ്രമേഹ ദിനമാണ് ആ ഒരു ദിവസം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. സോ 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണ് 2024 വേൾഡ് ഡയബറ്റിക്സ് ഡേ, ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം. നമുക്കറിയാം, PSCക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് പ്രമേഹം. ജീവിതശൈലി രോഗങ്ങളിൽ ടൈപ്പ് 1 പ്രമേഹത്തെ പറ്റിയും ടൈപ്പ് 2 പ്രമേഹത്തെ പറ്റിയും നമ്മളിങ്ങനെ ആവർത്തിച്ച് ചോദ്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കറണ്ട് അഫയേഴ്സ് ആണ്. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ എക്സാംസിനൊക്കെ ആയിട്ട്
ദിവസങ്ങളും പ്രമേയങ്ങളും മാറി മാറി ചോദിക്കുന്നുണ്ട്. SIയുടെ എക്സാമിന് വേൾഡ് ഹെൽത്ത് ഡേയെ പറ്റിയുള്ള കാര്യം ചോദിച്ചു. ഇക്കഴിഞ്ഞ LSGS എക്സാമിന് ജൂൺ 5 പ്രമേയം ചോദിച്ചു. സോ ഇതൊക്കെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ലോക പ്രമേഹ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ് എന്നുള്ളതാണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മുടെ 8ാമത്തെ ചോദ്യം, 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ച സാമന്ത ഹാർവേയുടെ നോവലിൻ്റെ പേരാണ് ചോദ്യം. 2024 രാജ്യാന്തര ബുക്കർ പുരസ്കാരം ലഭിച്ച സാമന്ത ഹാർവേയുടെ നോവൽ. ഉത്തരം ഓർബിറ്റലാണ്. സാമന്ത ഹാർവേക്ക് ബുക്കർ പ്രൈസ് നേടിക്കൊടുത്ത ആ ഒരു നോവലിൻ്റെ പേര് ഓർബിറ്റൽ. നോവലിനെ പറ്റി കൂടുതൽ അറിയുകയാണെങ്കിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വെക്കുന്ന കഥയാണ് ഈ ഒരു നോവലിൻ്റെ സാരാംശം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 6 യാത്രികർ ഭൂമിയെ വലം വെക്കുന്ന ഒരു കഥയാണ്. ഇനി എന്താണ് ഈ ഒരു ബുക്കർ പ്രൈസിനെ പറ്റി അറിയേണ്ടത്? UK-ലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് ഫിക്ഷനുള്ള ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ് ബുക്കർ പ്രൈസ്. UK-ലും അയർലൻഡിലും ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷിലുള്ള ഫിക്ഷൻസിന് നൽകുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രൈസാണ് ബുക്കർ പ്രൈസ് എന്ന് ഓർക്കുക. ഈ ബുക്കർ പ്രൈസ് ഈ വർഷം ലഭിച്ചത് സാമന്ത ഹാർവേക്കാണ്. സാമന്ത ഹാർവേയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, 2024 നവംബറിൽ ഏത് ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വ്യക്തിയുടെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 150 രൂപയുടെ വെള്ളി നാണയം പുറത്തിറക്കിയത്? 2024 നവംബറിൽ ഏത് ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ വ്യക്തിയുടെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 150 രൂപയുടെ വെള്ളി നാണയം പുറത്തിറക്കിയത്? ഉത്തരം ബിർസ മുണ്ട. നമുക്കറിയാം, നമ്മൾ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ, നമ്മൾ ഗോത്രവർഗ വിഭാഗങ്ങളുടെ റെസിസ്റ്റൻസ് പഠിക്കുമ്പോൾ വളരെയധികം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിപ്ലവകാരിയുടെ പേരാണ് ബിർസ മുണ്ട. അദ്ദേഹം 1875 നവംബർ 15 ജനിച്ചത്. 1875 നവംബർ 15 ജനിച്ച ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബീഹാറിൽ വെച്ച് 150 രൂപയുടെ വെള്ളി നാണയം പുറത്തിറക്കി അദ്ദേഹത്തിനൊരു ആദരം നൽകിയത്. അതുമാത്രമല്ല, നമ്മളിവിടെ നോക്കേണ്ട കാര്യം, 2021 കേന്ദ്ര സർക്കാർ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമെടുത്തു. ബിർസ മുണ്ടയുടെ ജന്മദിനം നവംബർ 15 നാഷണൽ ട്രൈബൽ പ്രൈഡ് ഡേ ആയിട്ട് ആചരിക്കുവാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നവംബർ 15 എന്ന് പറയുന്നത് ബിർസ മുണ്ടയുടെ ജന്മദിനം മാത്രമല്ല, നാഷണൽ ട്രൈബൽ പ്രൈഡ് ഡേ ആണെന്ന കാര്യം കൂടി ഓർക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബിർസ മുണ്ടയെ പോലെയുള്ള ഗോത്രവർഗ നേതാക്കളുടെ അവരുടെ ഒരു വീരോചിതമായിട്ടുള്ള ജീവിതവും ഒക്കെ തന്നെ ആദരിക്കുവാനും ആദരിക്കപ്പെടുവാനും, പിന്നെ നമ്മുടെ ഗോത്രവർഗ വിഭാഗങ്ങളുടെ സംസ്കാരം, കൾച്ചർ, ട്രഡീഷൻസ് ഇതിനെയൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 15 നാഷണൽ ട്രൈബൽ പ്രൈഡ് ഡേ ആയിട്ട് ആചരിക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. സോ ബിർസ മുണ്ടയുടെ ജന്മദിനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യൻ GPS സംവിധാനം പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗപ്പെടുത്തുവാൻ നൽകുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഏതാണ് ഇന്ത്യ വികസിപ്പിച്ച പ്രതിരോധ ആവശ്യങ്ങൾക്കായുള്ള ഇന്ത്യൻ GPS സംവിധാനം? ഉത്തരം നാവികാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് GPS, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം അല്ലേ? അമേരിക്ക, റഷ്യ പോലെയുള്ള രാജ്യങ്ങളാണ് ഈ ഒരു GPS മാതൃകയിലുള്ള സിസ്റ്റംസ് രൂപീകരിച്ചത്. ആ ഒരു പട്ടികയിലോട്ടാണ് ഇന്ത്യ നാവികമായിട്ട് കടന്നു വരുന്നത്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ഇത്രയും നാളും പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു അതൊരു മൊബൈൽ ആപ്ലിക്കേഷനായിട്ട് സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ, സാധാരണ പൗരന്മാർക്ക്, സിവിലിയൻസിന് ഉപയോഗിക്കാവുന്ന രീതിയിലോട്ട് അതിനെ മാറ്റിയെടുക്കാമെന്നുള്ളത്. സോ ഇനി മുതൽ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ നമുക്ക് നാവിക് ഉപയോഗിക്കാം. നമ്മുടെ ഒരു ഇന്ത്യ തനതായിട്ട് വികസിപ്പിച്ചെടുത്ത നമ്മുടെ തനത് GPS സംവിധാനമായിട്ടുള്ള നാവിക് ഇനി മുതൽ നമുക്ക് പൊതുജനങ്ങൾക്ക്, സിവിലിയൻസിനും ഉപയോഗിക്കാം എന്നൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു.
സോ ഇതാണ് നമ്മൾ കണ്ട 10 ചോദ്യങ്ങൾ. കഴിഞ്ഞ 7 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട 10 വാർത്തകളാണ് നമ്മൾ കണ്ടത്. ഓരോ കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. PSCയുടെ രീതി മാറി മറിയുന്ന അനുസരിച്ച് ചോദ്യങ്ങളിലും ചോദ്യങ്ങളുടെ ഡെപ്തിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ വാർത്തകളും സസൂക്ഷ്മം നമ്മൾ പരിശോധിക്കണം. നമുക്ക് ആവശ്യമുള്ള വാർത്തകളെ നമ്മൾ സ്വീകരിക്കണം. ആ വാർത്തകളുടെ കുറച്ചധികം റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും കൂടി നമ്മൾ കളക്ട് ചെയ്യണം. അങ്ങനെ സൂക്ഷിച്ചാൽ മാത്രമേ നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു ആഴ്ചയിലെ പ്രധാനപ്പെട്ട മറ്റു വാർത്തകൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, LGS, LDC തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കോഴ്സിന് നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെ ലൈവ് മെൻറ്ററിങ്ങും ലൈവ് ക്ലാസ്സസും ഡെയിലി ടെസ്റ്റും വീക്കിലി ടെസ്റ്റ് സീരീസും ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന PSC ടോക്സിൻ്റെ ഓഫ്ലൈൻ PSC ടോക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്കിനി അടുത്ത ആഴ്ച കുറച്ചധികം വാർത്തകളുമായിട്ട് കാണാം.